നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഇക്വേഷൻ ഓഫ് ദ പാരാബോള വിത്ത് വെർട്ടെക്സ് -6,2 പാസിംഗ് ത്രൂ -3,5 ആൻഡ് ഹാവിങ് ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. അഗൈൻ സിമ്പിൾ ചോദ്യമാണ്, പക്ഷേ ഇത് NCERTയുടെ പുറത്തുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ പഠിക്കുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ള പാരാബോള എന്ന് പറയുന്നത് എക്സ് ആക്സിസ് നമ്മൾ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാടാ. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പാരാബോള y² = 4ax. അപ്പോൾ ഈ കേസിൽ വെർട്ടെക്സ് 0, 0 ആണ്. ഇനി ഇതല്ല ഇവിടെ ചോദിച്ചിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ബൈ ദ വേ ഈ കേസിൽ ആക്സിസ് എന്ന് പറഞ്ഞത് എക്സ് ആക്സിസാണ്. ഇനി ഇതേ പാരാബോളിനെ എടുത്ത് ഞാൻ വെർട്ടെക്സ് h,k ഷിഫ്റ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ h,k ഷിഫ്റ്റ് ചെയ്ത പാരാബോള അതെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ വെർട്ടെക്സ് h,k ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അഗെയിൻ ആക്സിസ് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ, അഥവാ ഒരു ഹൊറിസോണ്ടൽ ലൈൻ. ക്വസ്റ്റ്യന് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താ, ആക്സിസ് പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ y - k, മറ്റേത് y² = 4ax ആയിരുന്നു. ഇപ്പോൾ y - k = 4a × x - h. ബേസിക്കലി y എന്നുള്ളത് y - k ആയി, x എന്നുള്ളത് x - h ആയി. h,k ആയിരിക്കും നമ്മുടെ വെർട്ടെക്സ്. ഒറിജിനലി നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് h,k 0 വരുന്ന കേസാണ്, 0, 0. അപ്പോൾ അത് y² = 4ax ആയിരിക്കും. ഇനി h,k എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, -6,2 ആണിത്, -6,2 ആണ്. അപ്പോൾ ഇതെന്തായി, ഇത് 2 എന്ന് പറയുന്ന സാധനമാണ് ഈ k, അതുപോലെ ഈ -6 ആണ് നമ്മുടെ ഈ x. സോ y - 2 ഹോൾ സ്ക്വയർ = 4a × -6. ഈ x അല്ല, കളർ അടിച്ച തെറ്റിപ്പോയിട്ടുണ്ട്, അന്ന് ഞാൻ റെക്ടിഫൈ ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ h. അപ്പോൾ y - 2 ദ ഹോൾ സ്ക്വയർ = 4a × x + 6. ഇനി a കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നതെന്ന് അറിയോ, പാരാബോളയിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതേതാ, -3,5. -3,5 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 5 - 2 ദ ഹോൾ സ്ക്വയർ = 4a × -3 + 6. സോ ഇത് 9 = 4a × ഇതിന് 3 എന്ന് കിട്ടും. അപ്പോൾ 4a വാല്യൂ ഇതിന് 3 ആണെന്ന് കിട്ടും. 4a വാല്യൂ കൊണ്ടുപോയിട്ട് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y - 2 ഹോൾ സ്ക്വയർ = 3 × x + 6. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. y - 2 ഹോൾ സ്ക്വയർ = 3 × x + 6. അതാണ് എലിഫൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. One of the vertices of the major axis of an ellipse is 1, 1 and one of the vertices of its minor axis is -2, -1. The center of the ellipse is -2, -2, 1. Then the equation of the ellipse is എന്നതാണ് ചോദ്യം. അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ബേസിക്കലി നമ്മളെ സ്റ്റാൻഡേർഡ് എലിപ്സ് ഉണ്ടല്ലോ, സ്റ്റാൻഡേർഡ് എലിപ്സ് x² / a² + y² / b² = 1 എന്നാണ്. ആ സ്റ്റാൻഡേർഡ് എലിപ്സ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ അതിൻ്റെ സെൻറ്റർ ഉണ്ടാവുക, സെൻറ്റർ. ഓക്കെ, പിന്നെ 1 എൻഡ് ഓഫ് ദ മേജർ ആക്സിസ്, 1 എൻഡ് ഓഫ് ദ മൈനർ ആക്സിസ്, ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലെങ്ത്താണ് നമ്മുടെ എ വരിക, ഈ ലെങ്ത്താണ് ബി വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേസിൽ ഇത് 0, 0 ആയിരിക്കും. പക്ഷെ നമ്മൾക്ക് പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ 0, 0 അല്ല, വേറെ ഏത് പോയിന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് x - x1 ദി ഹോൾ സ്ക്വയർ / a² + y - y1 ദ ഹോൾ സ്ക്വയർ / b² = 1 ഫോമിലായിരിക്കും. അപ്പോൾ ഈ കേസിൽ നമ്മുടെ ഇതാണ് അവസ്ഥ. ഈ സെൻറ്റർ ഇപ്പോൾ ഈ സാധനം എന്തല്ല, ഒറിജിനല്ല, അത് x1, y1 എന്ന് പറഞ്ഞ പോയിൻ്റാണ്. എലിപ്സ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഷേപ്പ്. ഇവിടെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് തന്നിട്ടുണ്ടാവും. എ ഉണ്ട്, സി ഉണ്ട്, ബി ഉണ്ട്. ഇനി നമുക്കറിയാം സെൻറ്ററും മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആയിരിക്കും. അതുപോലെ സെൻറ്ററും മൈനർ ആക്സിസിൻ്റെ എൻഡ് പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, അത് ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മേജർ ആക്സിസ് സെൻറ്റർ -2, -1 ആണ്, -1 ആണ്. ഇനി എ എന്ന് പറഞ്ഞവർ തന്നിരിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, വൺ ഓഫ് ദ വെർട്ടിസസ് ഓഫ് ദ മേജർ ആക്സിസ്, അത് 1, 1 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എ = എത്രയെന്ന് കിട്ടി, 3 യൂണിറ്റാന്ന് കിട്ടി. അതുപോലെ സെൻറ്റർ -2, 1ഉം ബി എന്ന് പറഞ്ഞ പോയിൻ്റ് ആയിട്ട് അവർ തന്നിരിക്കുന്നത് എന്താണ്, വെർട്ടിസ് ഓഫ് ദ മൈനർ ആക്സിസ്, അത് -2, -1 ആണ്. സോ ഈ ഡിസ്റ്റൻസ് ബി = 2 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ പെട്ടെന്ന് എഴുതാം. നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത് നോക്കിക്കേ, ഈ x1 ആണ് ഈ -2 എന്ന് പറഞ്ഞ പോയിൻറ്റ്, y1 ആണ് നമ്മൾ ഈ 1 എന്ന് പറഞ്ഞ പോയിൻറ്റ്, സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ്. എയും ബിയും പിന്നെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ, എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 പ്ലസ് വൈ മൈനസ് 1 the whole square divided by 4 is equal to 1. X plus 2 whole square divided by 9 plus y minus 1 whole square divided by 4 is equal to 1 is the right answer. Next question നോക്കിയേ, equation of the parabola with focus 3,0 and directrix x is equal to -3. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് പരാബോളയാണ്. സ്റ്റാൻഡേർഡ് പരാബോള എന്ന് പറഞ്ഞാൽ എന്താ, y square is equal to 4ax. y square is equal to 4xൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇത് 0 ആണ്, ഇത് a,0 ആണ്, ഇത് എക്സ് ഇസ് ഈക്വൽ ടു -a ആണ് നമ്മുടെ എന്ത് വരിക, ഡയറക്ട്രിക്സ് വരിക. അതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഫോക്കസ് a,0 പകരം 3,0 എന്നുണ്ട്, ഡയറക്ട്രിക്സ് എക്സ് ഇസ് ഈക്വൽ ടു -a പകരം എക്സ് ഇസ് ഈക്വൽ ടു -3 എന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം a വാല്യൂ 3 ആണ്, y സ്ക്വയർ ഇസ് ഈക്വൽ ടു 12x ആണ് നമ്മുടെ ആൻസർ. ഒരു ബുദ്ധിമുട്ടുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദി എക്സെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് x square by 36 plus y square by 16 is equal to 1 is. അഗെയിൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. x square by a square പ്ലസ് y square by b square is equal to 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സെൻട്രിസിറ്റി നമുക്കറിയാം c/a ആണ്. c എന്ന് പറയുന്നത് √a square മൈനസ് b square ഡിവൈഡഡ് ബൈ a ആണ്. നമ്മുടെ ഈ കേസിൽ a എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 6ഉം b 4ഉം ആണ്. അപ്പോൾ ദിസ് ഈസ് √36 മൈനസ് 16 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞത് എത്രയാണ്, 6 ആണ്. അപ്പോൾ √20 ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ അതിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്ത് കളയാം. √4 ആണ് 2, √4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ √5 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. √5 ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മുടെ എക്സെൻട്രിസിറ്റി വാല്യൂ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഫോസൈ ഓഫ് എ ഹൈപ്പർബോള ആർ 8,3 and 0,3 and eccentricity is 4/3. The length of the transverse axis is. അപ്പോൾ ഇവിടെ ഫോസൈകൾ തന്നിരിക്കുന്നത് 8,3 അതുപോലെ തന്നെ 0,3 ആണ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 യൂണിറ്റ് 2c ആണ് നമ്മുടെ 8 യൂണിറ്റ്. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന സാധനം 4/3 ആണ്. ഇനി നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത് ലെങ്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം c ഈസ് ഈക്വൽ ടു ae ആണ്, കാരണം e എന്ന് പറഞ്ഞാൽ c/a ആണ്. അപ്പോൾ 2c ഈസ് ഈക്വൽ ടു 2ae ആണ്. നമുക്ക് 2a വാല്യൂ എന്ന് പറഞ്ഞ സാധനം 2c ഡിവൈഡഡ് ബൈ e ആണെന്ന് കിട്ടും. 2cയുടെ വാല്യൂ 8 ആണ്, 8 ഡിവൈഡ് ബൈ 4/3 ആണ്. സോ 8 × 3 ഡിവൈഡ് ബൈ 4 വിച്ച് ഇസ് 6 എന്ന് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2c വാല്യൂ തന്നിട്ടുണ്ട്, റൈറ്റ്, 2c വാല്യൂ തന്നിട്ടുണ്ട്. 2a വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം, 2a വാല്യൂ. അതേപോലെ നമുക്ക് e വാല്യൂ തന്നിട്ടുണ്ട്, e വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ വാല്യൂ 4/3 തന്നിട്ടുണ്ട്, റൈറ്റ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആൻസർ 6 എന്ന് കിട്ടി, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ്സ് പി ക്യു ആർ 2, 6, 4 and 8, -3, 1 respectively. If the point R lies on the line segment PQ such that 2 times PR is equal to RQ, then the coordinates of R are. അപ്പോൾ ഇത് സെക്ഷൻ ഫോർമുലയാണ്, 3Dയിലെ സെക്ഷൻ ഫോർമുലയാണ്. നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. P 2, 6, 4ഉം പിന്നെ അടുത്ത പോയിന്റ് തന്നിരിക്കുന്നത് Q എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്, 8, -3, 1ഉം ആണ്. Okay, if the point R lies on the line segment PQ such that 2 times PR. അപ്പോൾ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ R എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് ഉണ്ട്, അതിൽ 2 times PR ആണ് അവർ പറയണത് RQ. ഓക്കെ, അപ്പോൾ ഇതിൽ R എന്ന് പറഞ്ഞ പോയിൻ്റ് RP ഡിവൈഡഡ് ബൈ RQ റേഷ്യോ ആയിട്ട് തരുന്നത് 1/2 ആണ്. RP ഡിവൈഡഡ് ബൈ RQ തരുന്നത് നമുക്ക് 1/2 ആണ്. അപ്പോൾ R ഇവിടെ എവിടെയോ ആണ്. അപ്പോൾ ഇത് 1:2 റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ആറിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ എടുക്കാൻ നോക്കാം. 1 × 8 + 2 × 2 ഡിവൈഡഡ് ബൈ 1 + 2. പിന്നെ 1 × -3 + 2 × 6 ഡിവൈഡഡ് ബൈ 1 + 2. 1 + 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുപോലെ 1 × 1 + 2 × 4 ഡിവൈഡഡ് ബൈ 1 + 2, റൈറ്റ്. സോ 8, 4, 12, 12/3 4 ആണ്. പിന്നെ 12 - 3 9, 9/3 3 ആണ്. പിന്നെ 3 433 ഇതാണ് ആൻസർ വരിക, 433. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മോഡുലസ് ഓഫ് A is 2, B is 2i - j - 3k and the angle between A and B is π/4, then A.B is equal to എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം. A.B എന്ന് പറയുന്ന സാധനം മോഡ് B cos θ എന്നതാണ്.
അപ്പോൾ ഇവിടെ മോഡ് എ അവരെന്ത് ചെയ്തിട്ടുണ്ട്, നേരെ 2 എന്ന് തന്നിട്ടുണ്ട്. മോഡ് ബി എന്ന് പറഞ്ഞത് കണ്ടുപിടിക്കാം, റൂട്ട് ഓവർ ബി എന്താ 2i + j - 3k അല്ലേ. അപ്പോൾ റൂട്ട് ഓവർ 4 + 1 + 9 ആണ്. റൂട്ട് ഓവർ 4 + 1 + 9. അതുപോലെ ദിസ് ഇസ് കോസ് ഓഫ് π/4. സോ ദിസ് ഇസ് 2 ഇൻറ്റു റൂട്ട് 14 ഇൻറ്റു കോസ് π/4 എന്ന് പറഞ്ഞ സാധനം 1/√2. ഓക്കെ, അപ്പോൾ √2√7 എന്ന് കിട്ടും നമുക്ക്. 2√7 ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആൽഫ ഇസ് ദി ആംഗിൾ മെയ്ഡ് ബൈ ദ വെക്ടർ വിത്ത് ദ പോസിറ്റീവ് എക്സ് ആക്സിസ്, ദെൻ കോസ് ആൽഫ ഇസ് ഈക്വൽ ടു. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, അതിൻ്റെ ഡയറക്ഷൻ കൊസൈനുകൾ സംബന്ധിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എ എന്ന് പറഞ്ഞ സാധനം 5i + 3j + 4k ആണ്. ഓക്കെ, ദിസ് ഇസ് എ വെക്റ്റർ. എ ക്യാപ്പ് എന്ന് പറഞ്ഞത് 5i + 3j + 4k ഡിവൈഡഡ് ബൈ √25 + 9 + 16 ആണ്. അപ്പോൾ ഇത് നമുക്ക് 5i + 3j + 4k ഇതെന്താ ഞാൻ ചെയ്തത്, മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. √25 + 9 + 16. അപ്പോൾ ഇത് √50 എന്ന് വരും, അഥവാ 5√2 എന്ന് വരും. അപ്പോൾ 5i + 3j + 4k ഡിവൈഡഡ് ബൈ 5√2 എന്ന് വരും. ഇനി ഇതിൽ 5/5√2, അതായത് ഈ എ ക്യാപ്പിലെ എക്സ് കമ്പോണൻ്റ് ആണ് അതിലെന്ത് വരാൻ പോകുന്നത്, കോസ് ആൽഫ വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കോസ് ആൽഫ എന്ന് പറയുന്ന സാധനം 5 ഡിവൈഡഡ് ബൈ 5√2 ആണ്, വിച്ച് ഇസ് 1/√2. 1/√2 അവരെ ആൻസർ √2/2 എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഇതിനെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു √2/2 എന്ന് എഴുതിയിരിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മോഡുലസ് ഓഫ് എ is equal to 3, മോഡുലസ് ഓഫ് ബി is equal to 4, മോഡുലസ് ഓഫ് a - b is √7, then a.b is equal to എന്നതാണ് ചോദ്യം. ചെയ്ത് നോക്കിയവർക്ക് 9 കിട്ടിയിട്ടുണ്ടാവും. മോഡുലസ് ഓഫ് എ is equal to 3 ആണ്. മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്ന സാധനം 4 ആണ്. മോഡുലസ് ഓഫ് a - b എന്ന് പറയുന്നത് അവർ പറയണത് √7 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കാൻ പോവുക. മോഡുലസ് ഓഫ് a - b സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം മോഡ് a സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ -2 ടൈംസ് a.b ഇസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പോൾ മോഡ് a - b ഹോൾ സ്ക്വയറിന് ഞാൻ 7 എഴുതിയിരിക്കുകയാണ്. മോഡ് a സ്ക്വയർ എന്ന് പറഞ്ഞ സാധനം 9 പ്ലസ് മോഡ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 -2 ടൈംസ് a.b എന്ന് പറഞ്ഞ സാധനം 7 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് 2 ടൈംസ് a.b ഇസ് ഈക്വൽ ടു 25 - 7 അഥവാ 18 എന്ന് കിട്ടും. a.b വാല്യൂ എളുപ്പത്തിൽ 9 എന്ന് കിട്ടി. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. a is equal to i plus lambda j minus 2k, b is equal to 2i minus 3j plus 5k, and a dot b is minus 20, then the value of lambda is equal to. ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാമെന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പോണൻറ്റ് വൈസ് പ്രോഡക്റ്റ് എടുത്തിട്ട് കമ്പോണൻറ്റുകളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് സം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് ചെയ്യാം. a എന്ന് പറഞ്ഞ സാധനം a is equal to i plus lambda j minus 2k, b is equal to 2i minus 3j plus 5k. ഇനി a ഡോട്ട് ബി എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ശ്രദ്ധിച്ച്. a ഡോട്ട് ബി എന്ന് പറയുന്ന സാധനം നോക്കിക്കേ, കമ്പോണൻറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ 2 -3 ലാംഡ -10, അതാണ് അവർ എത്ര തന്നിരിക്കുന്നത്, -20 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്, -20. അപ്പോൾ -20 ആണ് എന്ത്, -8 -3 ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ 3 ലാംഡ ഇസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ലാംഡ വാല്യൂ 4 എന്ന് കിട്ടും. സോ ലാംഡ വാല്യൂ ഇസ് ഈക്വൽ ടു 4. 4 ഇസ് ദ റൈറ്റ് ആൻസർ.